നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന കന്നിക്കൂറിലും ശേഷം 30 നാഴിക വരുന്ന തുലാക്കൂറിലുമാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ട്. 10ാം ഭാവത്തിൽ ഗുരുശുക്ര യോഗം ഉള്ളത് കാരണം ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. കാരണം ഭാഗ്യാധിപതിയും ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്തും ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്തും നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യം കൊണ്ട് കർമ്മവർദ്ധനവ്, ജോലിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നിപുണായോഗമുണ്ട്. നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് തൊഴിലിൽ നന്നായിട്ട് ശോഭിക്കാനായിട്ട് സാധിക്കും. നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമാണ്. അധ്യാപനം, അതുപോലെ തന്നെ ബാങ്കിങ്, ഈ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. എന്നാൽ കണ്ടകശനിയുടെ ഒരു ദോഷം ഉള്ളത് കാരണം കൊണ്ട് നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവൃത്തി എടുത്തിട്ടുണ്ടെങ്കിലും ആ പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണഫലം ചില സമയത്ത് പ്രതിഫലം കിട്ടുന്ന സമയത്ത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തണം. അതേപോലെ തന്നെ വ്യാഴപ്പഴമുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കാൽപാദത്തിന് വേദന, ഉദരസംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് മുതലായിട്ടുള്ള രോഗങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാനും യോഗം കാണുന്നുണ്ട്. അപ്പോൾ രാഹുപൂജ, കേതുപൂജ മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിന് പരിഹാരം കാണാനായിട്ടും ശ്രദ്ധിക്കണം. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് തുലാക്കൂറാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 9ൽ ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ശുക്രനും ഭാഗ്യസ്ഥാനത്ത് തന്നെയാണുള്ളത്. അപ്പോൾ ലഗ്നാധിപതിയോട് ചേർന്ന് തന്നെ വ്യാഴം നിൽക്കുന്നു, ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ നല്ല ദൈവാധീനമുണ്ട്, നല്ല ദീർഘായുർയോഗമുണ്ട്, നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. കർമ്മസ്ഥാനത്തിന് ശുഭകർത്തരി യോഗം ചെയ്തിട്ടാണ് വ്യാഴവും ശുക്രനും കൂടി അവിടെ നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നല്ല ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. പഞ്ചമഹാവൃക്ഷത്തിലെ രുചകായോഗം ചെയ്തിട്ട് 7ാം ഭാവത്തിൽ ചൊവ്വ കൂടി നിൽക്കുന്നതുകൊണ്ട് ഈ മാസത്തിൽ ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. അത് കാരണം കൊണ്ട് തന്നെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിയെടുക്കുകയും ആ പ്രവർത്തിക്ക് അനുസരിച്ചുള്ള ഗുണം അനുഭവിക്കുകയും സാമ്പത്തിക വർധനവുണ്ടാകാനും യോഗമുണ്ട്. അപ്പോൾ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് ഉള്ളത്. എന്നാൽ 5ാം ഭാവാധിപതി 6ലും 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, മാനസികമായിട്ട് സ്വസ്ഥതക്കുറവ് ഉണ്ടാകുക എന്ന് പറയുന്നൊരു ദോഷമുണ്ട്. മാത്രമല്ല ബാധാസ്ഥാനത്താണ് കേതു നിൽക്കുന്നത്. അപ്പോൾ എത്ര ആക്റ്റീവായിട്ട് പ്രവൃത്തി എടുത്താലും ചില സമയത്ത് ലാഭം, പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ, ലാഭത്തിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്ന അത്രയും ഇല്ല എന്ന് വരാനുള്ള സാധ്യത ഉണ്ടാകുക. കാലിന് മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തുള്ള രോഗം കൊണ്ട് കഷ്ടപ്പെടാൻ ഇടവരിക. ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മാനസിക ടെൻഷൻ, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് മെയിനായിട്ട് കാണുന്നത്. അത് മാത്രമല്ല വിശ്രുത ഗുണം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അപ്പം 4 പേർ അറിയപ്പെടാൻ, കീർത്തി കേൾക്കാനായിട്ട് യോഗം ഉണ്ടെങ്കിലും ബാധകാധിപതി നഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുള്ള ചില സമയത്ത് ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്തായാലും ശിവക്ഷേത്രത്തെ യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഗണപതി ഹോമം ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.